Hello guys, Etude Kitchen പുതിയ രീതിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് ആയിട്ടാണ്. സാംസങ് ഗാലക്സി M31 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ്. സാംസങ്ങിന്റെ മിഡ് റേഞ്ചിൽ ഇറങ്ങിയ ഒരു സക്സസ് സീരീസ് ആയിരുന്നു സാംസങ് ഗാലക്സി M സീരീസ് എന്ന് പറയുന്നത്. M10, M20, M30, M40 അങ്ങനെ ഒരുപാട് വേരിയേഷനിൽ ഫോൺ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ M30 സീരീസ് നല്ല സക്സസ് ആയിരുന്നു. M30, 30s, 31 ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ M31 സാംസങ് ഗാലക്സി M31ന്റെ അൺബോക്സിംഗുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്, അപ്പോൾ അതിന്റെ അൺബോക്സ് ചെയ്ത് കറക്റ്റ് ഒന്ന് ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ പറയാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതോടൊപ്പം ഒരു ഇയർഫോൺ കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിട്ടുണ്ട്. MI ബേസിക് ഇയർഫോൺ ആണ്. അപ്പോൾ ഒരു ഇയർഫോൺ, ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ്, ഒരു 400 രൂപയ്ക്ക് താഴെ ബഡ്ജറ്റ് ഉള്ളവർക്ക് അത്യാവശ്യം നല്ലൊരു ഇയർഫോൺ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു MIയുടെ ഈ ഒരു ഇയർഫോൺ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഇയർഫോൺ ആണ്, നല്ല സൗണ്ട് സിസ്റ്റവും ബാസും ഉള്ള ഇയർഫോൺ ആണ്. അത് 3 കളർ വേരിയന്റിൽ, നീല, ചുമപ്പ്, കറുപ്പ് 3 കളർ വേരിയന്റിലും അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു ഇയർഫോണിന്റെ ബൈയിങ് ഓപ്ഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിരിക്കാം. 399 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. നല്ല സൗണ്ട് സിസ്റ്റം ആണ്. എനിക്ക് നല്ല പേഴ്സണലായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഈ സാംസങ് ഗാലക്സി M31 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് നമുക്ക് പോയി കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു സാംസങ് ഗാലക്സി M31 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് പോയി കണ്ടിട്ട് വരാം. സാംസങ് ഗാലക്സി M31 നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ആ ബോക്സിനെ ഒന്ന് നോക്കിയിട്ട് വരാം. സാംസങ് ഗാലക്സി M31 എന്ന സൈഡിൽ എഴുതിയിട്ടുണ്ട്. പുറകുവശത്തായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഫോണിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസിംഗ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് 18,699 രൂപയാണ് പ്രൈസിങ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 17,500 രൂപയ്ക്കാണ്. അപ്പോൾ ഈ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കുകയാണ്. നമ്മുടെ ആ ഫോണാണ് ആദ്യം കൊടുത്തിരിക്കുന്നവര്. അപ്പോൾ അത് നമ്മളിവിടെ സ്പേസ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി ബോക്സ് കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചാർജറും ഡാറ്റ കേബിളും മാത്രമേ വരുന്നുള്ളൂ. സാംസങ്ങിന്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 15 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇനി ഡാറ്റ കേബിൾ എങ്ങനെയുള്ളതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ടൈപ്പ് സി കേബിൾ, ഫാസ്റ്റ് ചാർജിങ് ഉള്ളത് കൊണ്ട് ടൈപ്പ് സി കേബിളാണ്. ബാക്കി കണ്ടന്റ് ഒന്നും കാണാനില്ല. ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ. നമ്മുടെ സാംസങ്ങിന്റെ ഒരു ബുക്ക്ലെറ്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം സിം ജംഗ്ഷൻ ടൂൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വെക്കാം, എന്നാലേ കാണാൻ പറ്റുള്ളൂ പെട്ടെന്ന്. ഇനി അടുത്തതായിട്ട് ഇതൊന്ന് തുറന്നു നോക്കണമല്ലോ. വാറന്റി ഗൈഡ്, ബാക്കി യൂസർ മാനുവൽ അതെല്ലാമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ബോക്സ് കണ്ടന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. സാധാരണ മൊബൈൽ കമ്പനീസ് ഇയർഫോൺ പ്രൊവൈഡ് ചെയ്തില്ല എങ്കിൽ ഒരു ബാക്ക് കേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോ എന്താണ് സാംസങ് അത് പ്രൊവൈഡ് ചെയ്യാത്തതെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കിത് ഫോൺ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ബാക്കി കണ്ടന്റ്സ് ഒക്കെ ഒന്ന് മാറ്റി. ഇതിന്റെ ഈ കവറൊന്ന് നമുക്കെടുത്ത് മാറ്റി ഫോണ് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്പേസ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. സാംസങ്ങിന്റെ ബ്രാൻഡിങ് ഉണ്ട് ബോട്ടം സൈഡിൽ. ഫോണിന്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് വോളിയം റോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് പവർ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫോണിന്റെ ബോട്ടം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3.5 mm ഒരു ഓഡിയോ ജാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചാർജിങ് പോർട്ട് ഉണ്ട്, ഒരു മൈക്ക്, സ്പീക്കർ ഗ്രില്ല്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിം ട്രേ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി സിം ട്രേ എങ്ങനെയുള്ള സിം ട്രേ ആണെന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ സിം ട്രേ ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ്. നഖമില്ല,
അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് സ്ലോട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 6 GB 128 GB ഇന്റേണൽ മെമ്മറിയുടെ വേരിയന്റ് ആണ്. അപ്പോൾ ഇനിയും നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഈ സിം ട്രേ അങ്ങ് വെച്ചിട്ട് ഫോൺ ജസ്റ്റ് നമുക്കൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ഈ ഫോൺ നമ്മളൊന്ന് ബൂട്ട് ചെയ്യാൻ പോവുകയാണ്. സാംസങ് ഗാലക്സി M31 പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നാണ് സ്റ്റാർട്ടിങ്ങിൽ എഴുതിയിരിക്കുന്നത്. ഈ ഫോൺ ഒന്ന് ബൂട്ടായി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ജസ്റ്റ് പോയി ഫോണിന്റെ ഒരു ഓവർവ്യൂ ഒന്ന് നോക്കിയിട്ട് വരാം. 6.4 ഇഞ്ച് ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേയിൽ പുറത്തിറങ്ങുന്ന സ്മാർട്ട് ഫോണിന് 6 GB റാം 128 GB ഇന്റേണൽ മെമ്മറി കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മെമ്മറി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഫോൺ പ്രവർത്തിക്കുന്നത് സാംസങ്ങിന്റെ EXYNOS 9611 എന്ന് പറഞ്ഞ പ്രോസറിലാണ്. റിയർ സൈഡിൽ 64 മെഗാപിക്സലിന്റെ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിലാണെങ്കിൽ ഒരു നോച്ചിനുള്ളിൽ 32 മെഗാപിക്സലിന്റെ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട്. 6000 mAh ഒരു പവർഫുൾ ബാറ്ററി തന്നെയാണ് ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ചാർജ് ചെയ്യാനായിട്ട് 15 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചിട്ടുണ്ട്. ഫോൺ പ്രവർത്തിക്കുന്നത് ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷനായ ആൻഡ്രോയിഡ് 10 പ്ലാറ്റ്ഫോമിൽ One UI 2.0 എന്ന് പറഞ്ഞ ആ ഒരു ഇന്റർഫേസിലാണ്. അപ്പോൾ നമ്മുടെ സാംസങ് ഗാലക്സി M31 ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സാംസങ് ഒരു M സീരീസിൽ ഇറക്കിയിരിക്കുന്ന എല്ലാ ഫോണുകളും അത്യാവശ്യം നല്ല ഫോണുകളാണ്. ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുമ്പോൾ 6000 mAh ഒരു ബാറ്ററി ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഇനി നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിലൊന്ന് പോയിട്ട് ആൻഡ്രോയിഡ് വെർഷനും ഇന്റേണലിൽ എത്ര അവൈലബിൾ ഉണ്ടെന്ന് ആ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോയി എബൌട്ട് ഫോണിനോട്ട് പോയിട്ട് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻസിൽ കയറുമ്പോൾ ആൻഡ്രോയിഡ് വെർഷൻ 10 ആണ് നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ലഭിക്കുന്നത്. ആൻഡ്രോയിഡ് 10 നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് 10 അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ഇനി ഫോണിൽ ഇന്റേണൽ സ്റ്റോറേജ് എത്ര അവൈലബിൾ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റോറേജ് കാണാനില്ലല്ലോ. എവിടെയാണ് തപ്പി നോക്കിയിട്ട് കാണാനില്ല. നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റോറേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. 128 GB വേരിയന്റ് ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതിൽ 20 GB ഒഴിച്ച് 108 GB നമുക്ക് ഇന്റേണൽ മെമ്മറി അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് മെമ്മറി കാർഡ് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. സ്ലോട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിന്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ. ഇനി കുറച്ച് ക്യാമറ സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. സാംസങ് ഗാലക്സി M31 ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യാവുന്ന ഡിഫറെന്റ് മോഡ് ക്യാപ്ചറിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഈ ഒരു സെഷനിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. സാംസങ് ഗാലക്സി M31ന്റെ വീഡിയോ സാമ്പിളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാംസങ് റിലീസ് ചെയ്തതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് ഓഫ് സ്മാർട്ട് ഫോൺ ആണ് സാംസങ് ഗാലക്സി M സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള 20,000 ആ റേഞ്ചിന് താഴെ നിൽക്കുന്ന സാംസങ് ഗാലക്സി M10, M20, M30, M40 അങ്ങനെ ഡിഫറെൻറ്റ് സീരീസ് ഇറക്കിയിട്ടുണ്ട്. M30 അത്യാവശ്യം നല്ല ഒരു 15,000 to 20,000 ആ റേഞ്ചിൽ നല്ല ഫീച്ചേഴ്സ് തരുന്ന സ്മാർട്ട് ഫോണുകളാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് ഫോൺ നല്ലൊരു ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രോസറിൻ്റെ കാര്യം പറഞ്ഞാലും എല്ലാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി M30 സീരീസിലെ ഈ ഒരു പുതിയ സ്മാർട്ട് ഫോണായ M31 എന്ന് പറഞ്ഞ ഫോൺ. ഈ ഒരു ഫോണിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിൻ്റെ ഒഫീഷ്യലായിട്ട് ആ ഫോൺ വാങ്ങാനുള്ള പേജിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു സാംസങ് ഗാലക്സി M31ന്റെ അൺബോക്സിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. അപ്പോൾ ഇനി പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.